KTU 2019 ECയുടെ LICയുടെ 5ാമത്തെ മൊഡ്യൂളിൻ്റെ തിയറിയാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് റെഗുലേറ്ററാണ്. റെഗുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഓൾറെഡി റെഗുലേറ്റർ എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റബിൾ റെഗുലേറ്ററാണ് പറയുന്നത്. അതിനു മുമ്പ് പറയട്ടെ, 2 ടോപ്പിക്കുണ്ട്, ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും. ലൈൻ റെഗുലേഷൻ്റെ വേറൊരു പേരാണ് ഇൻപുട്ട് റെഗുലേഷൻ. ഇൻപുട്ട് റെഗുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ എ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ റെഗുലേഷൻ. യൂണിറ്റ് മില്ലി വോൾട്ട് ആണ്. ലോഡ് റെഗുലേഷൻ ആകുമ്പോൾ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് അഡ്ജസ്റ്റബിൾ റെഗുലേറ്ററാണ്. ഈ അഡ്ജസ്റ്റബിൾ റെഗുലേറ്ററിൽ മെയിൻ IC LM317 ആണ്. ഈ LM317 ഇവിടെ യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഔട്ട്പുട്ട് അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് കിട്ടും എന്നാണ് നമ്മൾ പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സർക്യൂട്ട് നിങ്ങളുടെ ഡയഗ്രത്തിൽ നോക്കൂ. LM317 എന്ന് പറയുന്ന ഒരു 3 പിൻ IC ആണ്. ഒരു ഇൻപുട്ടുണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്, ഒരു അഡ്ജസ്റ്റബിൾ പിന്നുണ്ട്. ഔട്ട്പുട്ടിലായിരിക്കും ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ലോഡിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് അല്ലേ V0 എനിക്ക് എങ്ങനെ എഴുതാം? VR1 + VR2 എന്ന് എഴുതാം. നോക്കിയേ, VR1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് R1 ആണ്. അതിനെങ്ങനെ എഴുതാം? IR1 × R1. നെക്സ്റ്റ് R2ൻ്റെ അക്രോസുള്ള വോൾട്ടേജിനെ എങ്ങനെ എഴുതാം? I അഡ്ജസ്റ്റ് + IR1 × R2 എന്ന് എഴുതാം. ഇനി IR1 എന്ന് പറഞ്ഞാൽ R1ൻ്റെ അക്രോസ് R1ൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അതിനെനിക്ക് VREF/R1 എന്ന് എഴുതാമല്ലോ. റെഫറൻസ് വോൾട്ടേജ് 1.25 ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ആ വാല്യൂ ഇപ്പോഴത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് = 1.25 × 1 + R2/R1 എന്ന് കിട്ടും. ഇവിടെ R2 എന്ന് പറയുന്നത് വേരിയബിൾ റെസിസ്റ്ററാണ്. സോ ഈ R2ൻ്റെ വാല്യൂ വേരി ചെയ്ത് കൊടുത്ത ഔട്ട്പുട്ടിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്ററിൽ മെയിൻലി പറയുന്നത്. അടുത്തത് നിങ്ങളുടെ 723 റെഗുലേറ്ററിൻ്റെ 3 കേസസ് ആണ് പറയുന്നത്. IC 723 റെഗുലേറ്ററിൻ്റെ ഫങ്ഷണൽ ഡയഗ്രമാണ് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൻ്റെ പിൻ ഡയഗ്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ IC 723 റെഗുലേറ്ററിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ റീസൺ പറയാം. നമ്മുടെ സാധാ റെഗുലേറ്ററിൽ 2 ഡിസഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. ഒന്ന്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ അതിൽ അവൈലബിൾ അല്ല. രണ്ടാമത്തെ, ഔട്ട്പുട്ട് അഡ്ജസ്റ്റബിൾ അല്ല. ഈ 2 ഡിസഡ്വാൻറ്റേജിനെയും ഓവർകം ചെയ്യാനാണ് നമ്മൾ 723 റെഗുലേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങളുടെ മെയിൻ ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ഇനി ഷോർട്ട് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ് 723 റെഗുലേറ്ററിനെ എങ്ങനെ ലോ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് വർക്ക് ചെയ്യിക്കാമെന്ന്. നിങ്ങളെ ഞാൻ ക്ലാസ്സിൽ ഫങ്ഷണൽ ഡയഗ്രാം പഠിപ്പിച്ചതാണ്. ആ ഫങ്ഷണൽ ഡയഗ്രാം നന്നായി മനസ്സിലായ ശേഷമാണ് നിങ്ങൾ ഈ പിൻ ഡയഗ്രത്തിലേക്ക് നോക്കാമുള്ളൂ. അവിടെ നമ്മൾ പഠിച്ചു നമ്മുടെ റഫറൻസ് പിന്ന് നമ്മൾ നേരെ നോൺ ഇൻവേർട്ടിംഗ് പിന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 723 റെഗുലേറ്ററിനെ ഒരു ലോ വോൾട്ടേജ് റെഗുലേറ്ററായിട്ടാണ് വർക്ക് ചെയ്യിക്കേണ്ടത്. അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ റഫറൻസിനെ നോൺ ഇൻവേർട്ടിങ്ങിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നതിന് പകരം ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വോൾട്ടേജ് ഡിവൈഡർ വഴിയായിരിക്കും ഈ സിഗ്നൽ നോൺ ഇൻവേർട്ടിങ്ങിൽ എത്തുന്നത്. സോ ഔട്ട്പുട്ട് = VREF × R2/R1 + R2 എന്നായിരിക്കും വരുന്നത്. ഒന്ന് അസ്യൂം ചെയ്ത് നോക്കി, R1 R2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് VREF/2 അല്ലേ ഔട്ട്പുട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിനെ 723 റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിനെ നമുക്ക് ലോ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് ഒബ്വിയസ്ലി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിനെ എങ്ങനെ ഹൈ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യാമെന്ന്. എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് കൊടുക്കാതിരുന്നാൽ മതി. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡയറക്റ്റ്ലി VREFനെ നേരെ നോൺ ഇൻവേർട്ടിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ ICയുടെ പിൻ ഡയഗ്രാം പിൻ ഡീറ്റെയിൽസ് നോക്കിയാൽ മനസ്സിലാവും. 6th പിൻ റഫറൻസ് ആണ്, 5th പിന്നാണ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഫസ്റ്റിൽ നമ്മുടെ ലോ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ R1 R2 എന്നുള്ള 2 ഡിവൈഡർ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ റഫറൻസിനെ നേരിട്ട് നോൺ ഇൻവേർട്ടിങ്ങിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും കിട്ടുക? VREF × 1 + R1/R2. എന്തുകൊണ്ടാണ്? നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ഓപ്പാമിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്ത നമ്മുടെ ഗെയിനിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ്? 1 + RF/R1. അതാണ് 1 + R1/R2. ലാസ്റ്റ് കറണ്ട് ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിനെ ഒരു പാസ് ട്രാൻസിസ്റ്റർ കൂടെ കടത്തിവിടുക. അപ്പോൾ എന്ത് സംഭവിക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ β വലുതാക്കിയിട്ടാണ് കിട്ടുക. സോ ഇവിടെ എൻ്റെ ഔട്ട്പുട്ട് സിഗ്നലിനെ ഞാൻ എന്ത് ചെയ്തു? നേരെ Q1 എന്ന് പറയുന്ന പാസ് ട്രാൻസിസ്റ്ററിലൂടെ പാസ് ചെയ്യിക്കുക. സോ ലോഡിലേക്ക് എത്തുന്ന സിഗ്നൽ എന്തായിരിക്കും? കറണ്ട് ത്രൂ ലോഡ് എന്ന് പറയുന്ന β പാസ് ട്രാൻസിസ്റ്റർ × I0 ആയിരിക്കും. സോ കറണ്ട് ബൂസ്റ്ററായിട്ട് വർക്ക് ചെയ്തു. ഇത് നിങ്ങൾ മറക്കരുത്. 723 റെഗുലേറ്ററിൻ്റെ 3 കേസസിൽ ലോ വോൾട്ടേജ് റെഗുലേറ്റർ, ഹൈ വോൾട്ടേജ് ആൻഡ് കറണ്ട് ബൂസ്റ്റിംഗ്, ഈ 3 കേസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ 723 റെഗുലേറ്റർ നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? ലോ വോൾട്ടേജ് ആക്കാൻ വേണ്ടി വോൾട്ടേജ് ഡിവൈഡർ കണക്ട് ചെയ്യുക, ഹൈ വോൾട്ടേജ് ആകുമ്പോൾ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുക, കറണ്ട് ബൂസ്റ്റിംഗ് ആകുമ്പോൾ ഔട്ട്പുട്ട് സിഗ്നലിനെ പാസ് ട്രാൻസിസ്റ്റർ കൂടെ കടത്തിവിടുക. ഇത്രയാണ് റെഗുലേറ്ററിൻ്റെ സെക്ഷൻ.
അടുത്ത ടോപ്പിക്ക് എ ഡി സിയുടെയും ഡാക്കിൻ്റെ സ്പെസിഫിക്കേഷനാണ്. എ ഡി സിയും ഡാക്കും കുറേ ടോപ്പിക്സ് നമ്മൾ കുറേ എ ഡി സിയുടെയും ഡാക്കിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ക്ലാസ്സിൽ പാസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി കുറച്ച് ബേസിക് സ്പെസിഫിക്കേഷനാണ്. ഇതെല്ലാം തന്നെ ക്ലാസ്സിൽ ന്യൂമറിക്കൽസ് ചെയ്തത് തന്നെയാണ്. അതിൽ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ റെസൊല്യൂഷനാണ്. നമ്മുടെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജിനെ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറയുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ദെൻ ക്വാണ്ടൈസേഷൻ എറർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് Q = Vn/2n-1² എന്നുള്ളത്. ഇനി സ്റ്റെബിലിറ്റി നിങ്ങൾക്കറിയാം, നമ്മൾ എ ഡി സിയോ ഡാക്കോ ഏത് കൺവേർട്ടർ യൂസ് ചെയ്താലും ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെങ്കിൽ ഏജിങ് അല്ലെങ്കിൽ പവർ സപ്ലൈ വേരിയേഷൻസ് ഇതൊക്കെ വന്നാലും ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് സ്റ്റേബിളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആക്യുറസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയൽ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടും നമ്മുടെ ആക്ച്വൽ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടും തമ്മിലുള്ള മാക്സിമം ഡീവിയേഷനാണ് ആക്യുറസിയിൽ പറയുന്നത്. ഇനി നമ്മുടെ കൺവേർട്ടറിൻ്റെ ഐഡിയൽ ട്രാൻസ്ഫർ ക്യാരിയിൽ നിന്ന് ഔട്ട്പുട്ട് എത്ര ക്ലോസ് ആണെന്ന് പറയുന്നതാണ് ലീനിയാരിറ്റി. പ്രോപ്പർ ലീനിയറായിട്ട് തന്നെ നമുക്കൊരു കൺവേർട്ടർ വർക്ക് ചെയ്യണം. നെക്സ്റ്റ് പോയിൻ്റ് മോണോട്ടോണിസിറ്റിയാണ്. അതായത് നമ്മുടെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യണം. ഇനി സെറ്റിലിംഗ് ടൈം, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കൺവേർഷൻ ടൈം. നമ്മുടെ ഔട്ട്പുട്ട് സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് സെറ്റിലിംഗ് ടൈം. നെക്സ്റ്റ് വൺ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ടാണ്. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ Vout max - Vout minimത്തിനെയാണ് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്.